സ്തോത്രം. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്കയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേനി തന്റെ ജീവനർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ ശ്രേഷ്ഠനാവൻ. നല്ലിടയനായ യേശുനാഥൻ എന്നെ നിരന്തരമായി വഴി നടത്തിയിടുന്നു. അവൻ എന്നെ ശാസിക്കും, അവൻ എന്നെ രക്ഷിക്കും, തൻ കൊടി കീഴിൽ എന്നെ നിത്യം നടത്തുമവൻ. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമാ എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേക്ക് ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 64-ാം സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. ശത്രുഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ പാലിക്കണമേ. ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചു കൊള്ളണമേ. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എയ്ത് കളയുകയും ചെയ്യുന്നു. ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു. ഒളിച്ച് കണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു. നമ്മെ ആർ കാണും എന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്ക് ഒരു സൂക്ഷ്മസൂത്രം സാധിച്ചുപോയി എന്ന് പറയുന്നു. ഓരോരുത്തൻ്റെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെ എയ്യും അമ്പുകൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാൻ ഇടയാകും. അവരെ കാണുന്നവരൊക്കെയും തല കുലുക്കുന്നു. അങ്ങനെ സകല മനുഷ്യര് ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. നീതിമാൻ യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പുകഴും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിഗളം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നാം എത്ര ഭയങ്കര പാപികളായിരുന്നാലും നരകക്കുഴിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് പലവിധ പാപ പ്രവൃത്തികളിൽ അകപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായാലും ഹല്ലേലൂയ, യേശു കർത്താവ് തൻ്റെ രക്തം ഹല്ലേലൂയ വിലയായി കൊടുത്ത് കാൽവരി ക്രൂസിൽ മനുഷ്യർക്ക് വേണ്ടി സകല മാനവരാശിയുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂസിൽ കർത്താവ് യാഗമായി. അതുകൊണ്ട് നമ്മുടെ ഏത് പാപവും ഹല്ലേലൂയ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടും ഇല്ല. നമ്മുടെ അകൃത്യമത്രേ നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുന്നു.
ഹല്ലേലൂയ. ആയതിനാൽ നമ്മുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ യേശു കർത്താവ് വെളുപ്പിക്കും. യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ പാപം ക്ഷമിച്ച് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിൻ്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ, ഹല്ലേലൂയ, ആമേൻ, ദൈവം നമ്മോട് എത്ര വലിയ സ്നേഹവും കരുണയും കാണിച്ചു എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഒരിക്കൽ ഒരു കർത്തൃ ശുശ്രൂഷകൻ ഒരു ദർശനത്തിൽ യേശു ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതും ഒരു മനുഷ്യൻ യേശുവിൻ്റെ കരങ്ങളിൽ ചുറ്റിക കൊണ്ട് താങ്ങാനാവാത്ത വേദന അനുഭവിക്കത്തക്ക വിധം ആണി അടിച്ചു കയറ്റുന്നതും കണ്ടു. ആ ചുറ്റികയിൽ നിഗളം എന്ന് എഴുതിയിരുന്നു. ആ ദുഷ്ട മനുഷ്യൻ തൻ്റെ ചുറ്റിക കൊണ്ട് അവൻ്റെ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അവനോട്, എൻ്റെ പൈതലേ, ഞാൻ ഇനിയും നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ആകട്ടെ അത് കേൾക്കാതെ ഒരു ചെകിടനെ പോലെ തുടർന്നും തൻ്റെ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു കൊണ്ടിരുന്നു. ഓരോ പ്രാവശ്യവും താൻ അടിക്കുമ്പോഴും ആ കുരിശ് കുലുങ്ങി കർത്താവിൻ്റെ വേദന അതികഠിനമായി. എന്നാൽ കർത്താവായ യേശു തുടർന്നും, എൻ്റെ മകനെ, ഞാൻ ഇനിയും നിന്നെ സ്നേഹിക്കുന്നു എന്ന് സൗമ്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. എന്തൊരു ദുഷ്ട പാപിയാണ് ആ മനുഷ്യൻ എന്ന് ഈ ദർശനം കണ്ട ശുശ്രൂഷകൻ ചിന്തിച്ചു. അവൻ യേശുവിനോട് അല്പം അടുത്തു ചെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ താൻ തന്നെയാണ് ആ ദുഷ്ട മനുഷ്യനെന്നും യേശുവിനെ ക്രൂസിൽ തറച്ച ആ ചുറ്റിക തൻ്റെ നിഗളത്തിൻ്റെ ആത്മാവാണെന്നും അറിഞ്ഞ് ഞെട്ടിപ്പോയി. ഈ ദർശനം അദ്ദേഹത്തെ, പാപത്തെയും നിഗളത്തെയും കുറിച്ച് അവനെ ബോധവാനാക്കുകയും ഒരു വലിയ മാനസാന്തരത്തിലേക്കും ജീവിത രൂപാന്തരത്തിലേക്കും വഴി നടത്തുകയും ചെയ്തു. പ്രിയ ദൈവ പൈതലേ, നീയും ഒരു പക്ഷേ കർത്താവായ യേശുവിനെ നിഗളമാകുന്ന ചുറ്റികയാൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിലയേറിയ ദൈവ പൈതൽ ആണെന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നിഗളത്തെ കാണുവാൻ നിന്റെ ആത്മീയ നയനങ്ങൾ തുറന്നു തരേണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകാതെ ധൈര്യത്തോടെ ഉറപ്പോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയിലേക്ക് നിന്റെ മക്കളുടെ മക്കളെയും കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണം. നമ്മുടെ മേൽ വരുന്ന രോഗത്തെ കീഴ്പ്പെടുത്തണം. നമ്മുടെ മേൽ വരുന്ന ഭാരത്തെ നാം കീഴ്പ്പെടുത്തണം. ഈ പ്രതികൂലം എന്നെ പരാജയപ്പെടുത്തുകയില്ല, ഞാൻ ഇതിനെ ജയിക്കും. യേശു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരെയും കാത്തു സൂക്ഷിച്ചതിനായി സ്തോത്രം. പ്രഭാതത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന മക്കളായി ഞങ്ങൾ കാണപ്പെടുവാൻ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായി യേശുവിന്റെ തൃക്കരങ്ങളിൽ ഹല്ലേലൂയ ആമേൻ വഹിച്ച് ഞങ്ങളെ കാക്കണം കർത്താവേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പ. കുഞ്ഞാട്ടിന്റെ രക്തത്താലും വചനത്താലും എല്ലാവരെയും ഹല്ലേലൂയ ശുദ്ധീകരിക്കണം കർത്താവേ. അപ്പാ സ്തോത്രം. ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുമ്പോൾ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവകൃപ അങ്ങ് പാരണപ്പ. പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെ അടിയങ്ങളെല്ലാം നിയന്ത്രിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പ. അനുഗ്രഹിക്കും, മാനിക്ക്, കൃപയ്ക്കുള്ളിൽ
മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. യേശുവിൻ്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.